പാണ്ഡിത്യം എന്താണ്? ഇസ്ലാമിലെ 3 ക്രൈറ്റീരിയ ഉണ്ട്. എന്താ ക്രൈറ്റീരിയ നിങ്ങൾ? 1 അദബ്, 2 ഇൽമ്, 3 ഇബാദത്ത്. ഇപ്പൊ നേരെ കുത്തനെയുണ്ട്. ഇപ്പൊ ഇബാദത്ത്, ഇൽമ്, അദബ് എന്നാണ്. അത് ലാസ്റ്റ് മതി എന്നാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാരവാഹി യോഗത്തിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ആരോഗ്യകരമായ ഇടപെടലുകളും നടന്നതായി മനസ്സിലാക്കാൻ കഴിയും. ഇരു വിഭാഗത്തെയും അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് മുസ്ലിം ലീഗിന്റെ മാനസിക പ്ലാൻ എന്നറിയാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ സ്വഹാബികൾ ഒറ്റപ്പെടുകയാണോ എന്നൊരാശങ്ക. 2 വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ മുസ്ലിം ലീഗ് ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നത് സ്വഹാബികൾ കൂടുതൽ മുസ്ലിം ലീഗിൽ കളിക്കണ്ട എന്നുള്ളൊരു താക്കീതാണ് യഥാർത്ഥത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി ഇൻചാർജ് വൈഫിൻ്റെ ആരോപണം പത്രങ്ങളിലും മേഖലകളിലും കടന്നു വന്നപ്പോൾ അത് മയപ്പെടുത്തി സംസാരിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് ഡിയാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യങ്ങൾ പരിഹരിക്കാതെ വന്നപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി രഹസ്യബന്ധം സ്ഥാപിക്കാനുള്ള ഗൂഢാലോചനകളും കൂടി വരുമ്പോൾ സുഹാബികൾ ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ കടന്ന് നരങ്ങുന്നത് ലിബറൽ ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് തീരെ സഹിക്കുന്നില്ല. യൂത്ത് ലീഗ് മുഴുവനും ഇവർക്കെതിരായിട്ടും മുസ്ലിം ലീഗിലെ 99% ഇവർക്കെതിരായിട്ടും ഈ ഭാരം നമ്മളെ ഏറ്റിയാൽ അത് തെരഞ്ഞെടുപ്പല്ല, പാർട്ടിയുടെ കഴിഞ്ഞകാല പാരമ്പര്യത്തെ തന്നെ ശക്തമായി പ്രതികൂലമായി ബാധിക്കുമെന്ന കണ്ടെത്തലാണ് ജനാബ് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള ആളുകൾ കണ്ടെത്തുന്നത്. സമദ് സമദാനി സാഹിബും ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബും പി.വി. അബ്ദുൽ വഹാബുമൊക്കെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇനി ഒരൊറ്റ ലീഗുകാരനും സുഹാബികൾക്ക് വേണ്ടി പാലം പണിയേണ്ടതില്ല എന്ന കനത്ത താക്കീതും സാദിഖ് അലി തങ്ങൾ ലീഗ് പ്രവർത്തകർക്ക് നൽകി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഏതൊരു വ്യക്തിക്കും നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും, സുഹാബികളാണ് ഇന്ന് ലീഗിനെ തകർക്കുന്നത് വഹാബികളുടെ ഒത്താശയോട് കൂടിയിട്ട്. അത് മനസ്സിലാക്കിക്കോ. ഇവർക്ക് കുറച്ച് സ്ഥാപനങ്ങളും കുറച്ച് നേതാവാനുള്ള മോഹമുള്ള കുറച്ച് ടീമുകളുണ്ട്. ഓല് സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആളുകൊണ്ട് കളിച്ച് സംസ്ഥാനമായിട്ട് വേർപ്പിച്ച് എന്നിട്ട് ഫേസ്ബുക്കിലും പേജിലും എഴുത്തിലൊക്കെ ആയിട്ട് സംസ്ഥാന വേറെ തട്ടിലും ലീഗിന് വേറെ തട്ടിലും എന്നിട്ട് അതിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കുക, പത്രം കത്തിക്കുക. ഏതിലൊരു സംസ്ഥാനക്കാരൻ ചന്ദ്രിക കത്തിച്ചോ? അത് മാന്യതയാണ്. സുപ്രഭാതം കത്തിച്ചില്ല ഒരു നായിൻ്റെ മോന്. നിങ്ങൾ ആലോചിക്കി, അതിലും വലിയ പ്രകോപനം എന്താണ്? ഒരു സുപ്രഭാതം ലീഗിൻ്റെ ലേബിൾ വന്നിട്ട് കത്തിച്ചുമ്പോൾ സംസ്ഥാനക്കാരെല്ലാവരും മാന്യന്മാരായാലൊക്കെ കുറേ ഉണ്ടാവും. എന്നാൽ താഴെക്കടിയിൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഇന്ന പോലത്തെ ആൾക്കാർ വേറെ ഉണ്ടാവും. ഓല് പ്രതികരിക്കും. എല്ലാവർക്കും ഈ മാന്യത ബഹുമാനമുള്ള ആൾക്കാരായിക്കൊള്ളുന്നില്ല ഒരു വലിയ സമൂഹമാകുമ്പോൾ. മനസ്സിലായില്ലേ? സുപ്രഭാതം കത്തിച്ച ആ നക്കിൻ്റെ ഒക്കെ എന്നിട്ട് അതിനെതിരെ നിങ്ങൾ ലീഗ് എന്തെങ്കിലും നടപടി എടുത്തോ? ഞാൻ കണ്ടിട്ടില്ല എടുത്തുക്കണമെങ്കിൽ ആൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? എന്തെങ്കിലും പറഞ്ഞോ? ഇത് സുഹാബികള് സംസ്ഥാനെയും ലീഗിനും കൂടിയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ കൂടി മീൻ പിടിക്കുന്ന ജൂതായുസ പരിപാടിയാണ് സുഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കോളൂ ലീഗർ. ഇവിടെ ഞങ്ങൾക്ക് ലീഗും രാഷ്ട്രീയ പാർട്ടിയൊന്നും വലുതല്ല. ദീനിൻ്റെ ആൾക്കാരൊപ്പം നമ്മൾ നിൽക്കുള്ളൂ. ഇന്ന പോലത്തെ സാധാരണക്കാർ. സംസ്ഥാനത്തെ ആലിമീങ്ങളും ഉസ്താദുമാരൊക്കെ കുറച്ച് മാന്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് കരുതി നിങ്ങൾക്ക് എന്തുകൊണ്ട് വലിഞ്ഞു കയറി ചാടി കയറിക്കാണ്ട് എന്തും പറഞ്ഞാൽ പോവാന്ന് ഷാജിനെ പോലത്തെ വിഡ്ഢികളായ ആൾക്കാരൊന്നും വിചാരിക്കരുത്. അത് പറഞ്ഞുകൊണ്ടി. മനസ്സിലായില്ല? ഞാൻ ഉദ്ദേശിച്ചാൽ ഒരു 10-30 വോട്ട് ലീഗിൽ നിന്ന് ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് പറ്റും. അങ്ങനെ ഓരോരുത്തരാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നിങ്ങൾ വലിയ വർത്തമാനം പറഞ്ഞാണ്ട് സുഹാബിയാളെ വാക്കും കെട്ടുകൊണ്ട് വല്ലാത്തുള്ളാൻ നിൽക്കണ്ട.